ഷോക്ക് അബ്സോർബറിൻ്റെ ഷോപ്പിലാണ്. ഇവിടെ എൻ്റെ CR-Vയുടെ റിയർ ഷോക്ക് അബ്സോർബർ പ്രശ്നം വന്നിരിക്കുകയാണ്. ലൈക്ക് വണ്ടിയുടെ അടി ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മേടിക്കാൻ വിചാരിച്ചു, അത് ദുബായിൽ നിന്ന് വരുത്തിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തൽക്കാലം ഓടിക്കാൻ വേണ്ടിയിട്ട് റിപ്പയർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിവേ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോക്ക് അബ്സോർബർ. അതിൽ വർക്ക് നടക്കുകയാണ്. ഷോക്ക് അബ്സോർബർ റീകണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചില വണ്ടിയുടെ ഇത് അത്ര തന്നെ പെർഫോമൻസ് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി സൊല്യൂഷനായിട്ട് ഞാൻ അതിന് കാണുന്നത്. കാരണം ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഷോക്ക് അബ്സോർബർ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ ഇപ്പോൾ റീകണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ പുതിയത് മേടിക്കാനുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സ്പ്രിങ് മാറ്റി ഷോക്ക് അബ്സോർബർ മാത്രം വെച്ചിട്ട് ചെക്ക് ചെയ്യാണ് എന്താണ് ഇഷ്യൂ. ഇതാണ് ഷോക്ക്, ഇത് സ്പ്രിങ്ങും ബാക്കി ഇത് മാറ്റിയിട്ട് ഷോക്ക് അബ്സോർബറിനെ മാത്രം മാറ്റി. ऑयल लीक कुछ है क्या? नहीं है, ऑयल चला गया मतलब ऑयल पूरा चला गया? ऑयल पानी हो गया अंदर थिकनेस बढ़ाएगा। हाँ पूरा पानी हो गया। ओके ऑयल चेंज करना रेडी हो जाएगा। ഓയിൽ പോയിട്ട് ഫുള്ള് വെള്ളമായി എന്നാണ് മൂപ്പർ പറയണത്. അത് ശരിയാവുമെന്നാണ് പറയണത്. मेरा एक यूट्यूब चैनल है, मेरा यूट्यूब चैनल भी है, टेकीज ऑफिस, इसमें आएगा ये वीडियो। हाँ लिंक दे दो। हाँ लिंक दे देता हूँ आपको, व्हाट्सएप में दे देता हूँ। മുബാറക് ബായി ആണിത്. മൂപ്പറിൻ്റെ കടയിൽ ഭയങ്കര ചെറിയ കടയാണ്, പക്ഷേ ഷോക്ക് അബ്സോർബറിൻ്റെ വർക്കൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അറൗണ്ട് 26 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ എത്താൻ. 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. ഇത് അഴിച്ചു നോക്കാൻ ആരും റെഡി ആവില്ല. എല്ലാ വർക്ക്ഷോപ്പിൽ പോയാലും ഇത് വെറുതെ വണ്ടി ഇങ്ങനെ നോക്കിയിട്ട് ഷോക്ക് അബ്സോർബറാണ് പ്രശ്നം പറയുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ മാത്രമാണ് എനിക്ക് അഴിച്ച് നോക്കിയിട്ട് കോമ്പണൻസൊക്കെ സ്പ്രിങ്ങിന് പ്രശ്നമില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായത് ഇവിടെ വന്നിട്ട് മാത്രമാണ്. സംഭൂരി പേരുള്ള ഉള്ളിൽ എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമൊക്കെ പോന്നിരിക്കണം. എൻ്റെ ഓയിലും
रबर चला गया। फुट के है, हाँ, इसके अंदर पूरा ये हो जाता, स्टक हो जाता, क्या हुआ? स्टक हो जाता, हाँ गाड़ी एक्शन बराबर नहीं देता। हाँ, रबर की वजह से। ओके, तो ये रबर റീപ്ലേസ് हो जाएगा क्या? ഒരു റബ്ബറിൻ്റെ ബുഷ് സ്റ്റക്കായിട്ടാണ് വണ്ടിയുടെ ആക്ഷൻ്റെ പ്രശ്നം എന്നാണ് ഇങ്ങോട്ട് പറയുന്നത്. റബ്ബർ റീപ്ലേസ് ചെയ്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ റെഡി ആവേണ്ടതാണ്. എനിക്ക് കണ്ടിട്ട് അത്രേ ഉള്ളൂ, പക്ഷെ അറിയില്ല വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. अब वो बुश डाल दिया, ബ്ലാക്ക് കളർ. ആ ബുഷ് പൊട്ടിയത് ഇട്ടുണ്ട് തിരിച്ച്. ഇനി ബാക്കി ഫിറ്റ്മെൻറ്റ് നടത്തും. और ऑयल कम ही था क्या? ऑयल कम था. ഓയിൽ ഇപ്പോൾ തിരിച്ചൊഴിക്കുകയാണ്. ഓക്കെ, തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. ആക്ഷനൊക്കെ ശരിയായെന്നാണ് ഇപ്പോൾ പറയുന്നത്. ക്ലീനിങ് ആണ് നടക്കുന്നത്. മൊത്തം ഓയിലിട്ട് ക്ലീൻ ചെയ്തിട്ട് പുത്തനാക്കി. ഓക്കെ ഓക്കെ, ഷോക്ക് അബ്സോർബർ റിപ്പയർ ചെയ്തതിന് എൻ്റെ ഫൈനൽ ഫീഡ്ബാക്ക് പറയാം. ഇപ്പോൾ അറൗണ്ട് 2 വീക്സ് മോർ പ്ലസ് ആയി. അപ്പോൾ ഇതിൻ്റെ പ്ലസ് സൈഡും ഡൗൺ സൈഡും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൗൺ സൈഡ് എനിക്ക് മനസ്സിലായത് ഈ സ്ഥലത്ത് ഞാൻ ചെയ്ത സ്ഥലം കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ബാക്കി ഞാൻ അറൗണ്ട് 1000 റുപ്പീസ് പെർ ഷോക്ക് അബ്സോർബറാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇങ്ങോട്ട് എന്നെ ടോട്ടലി 4600 റുപ്പീസ് ചാർജ് ചെയ്തു. അത് ഞാൻ എൻ്റെ സൈഡിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാനത് സംസാരിച്ചിട്ട് വേണമായിരുന്നു ഡീൽ ചെയ്യാൻ. ഞാൻ വിചാരിച്ചു ചീപ്പായതുകൊണ്ട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ മൂപ്പര് ഇങ്ങനെ എക്സ്ട്രാ ചോദിച്ചു, അല്ല ഇങ്ങനെയാണ് ചോദിച്ചത്. ഇത് റിമൂവ് ചെയ്യാനും ഇതിനൊക്കെ ഒരു ഷോക്ക് അബ്സോർബറിന് 2500 ഈച്ച് വെച്ചിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് 4600ഓളം എടുത്തു, വിച്ച് ഐ തിങ്ക് ഈസ് വെരി ഹൈ. കാരണം ഇത് റിപ്പയർ ചെയ്യണ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇത്രയും എക്സ്പെൻസീവാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിവേ, പക്ഷേ എനിക്കതൊരു അർജൻറ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു. എൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിസോർട്ടിൽ പോകണമായിരുന്നു നെക്സ്റ്റ് ഡേ. അതാണെങ്കിൽ മലയുടെ മേലുള്ള ഒരു റിസോർട്ട് ഇതായിരുന്നു. അപ്പോൾ ഭയങ്കര ബാഡ് റോഡ്സ് ഉണ്ട്. അതിൽ എൻ്റെ ഷോക്ക് അബ്സോർബർ വീക്കായിട്ടുള്ള ഷോക്ക് അബ്സോർബറായിട്ട് പോകാൻ ഇമ്പോസിബിൾ ആയിരുന്നു. എൻ്റെ ടയർ കേടാവും, പിന്നെ എനിക്ക് ഭയങ്കര എക്സ്പെൻസ് വരും. അതുകൊണ്ട് ഞാനത് ചെയ്യിച്ചു അർജൻറ്റ് ബേസിസിൽ. നെക്സ്റ്റ് ടൈം ഇങ്ങനെ വല്ല വർക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ റീപ്ലേസ്മെൻ്റ് ആണ് ബെറ്റർ ഓപ്ഷൻ. കാരണം ഇത് ഭയങ്കര ലൈക്ക് എന്താ പറയുക, റെസ്പോൺസീവായിട്ട് എനിക്ക് തോന്നുന്നില്ല ഷോക്ക് അബ്സോർബർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്. പക്ഷേ വണ്ടി പൊങ്ങി, അതുകൊണ്ട് യൂസബിളാണ്. ടിൽ മറ്റേ ഷോക്ക് അബ്സോർബർ വരണവരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് ആണുള്ളത്. നമ്മൾ അർജൻറ്റായിട്ട് ഷോക്ക് അബ്സോർബർ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എൻ്റെ സൈഡിൽ നിന്ന്.
I hope you guys like the video. If you do, please like, share and subscribe. Thank you.